Hi friends, let's continue our activities. Activity 1. Read the following sentence from the story. ഇവിടെ സ്റ്റോറിയിലുള്ള കുറച്ച് സെന്റൻസുകളാണ് തന്നിട്ടുള്ളത്. നോക്കാം. He was by profession solicitor. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോയർ അല്ലേ, ലോയറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു വേർഡാണത്. I was a young doctor at the time. ആ സമയത്ത് ഞാൻ എന്തായിരുന്നു, ഒരു ഡോക്ടർ ആയിരുന്നു. നമ്മുടെ ഓതർ നമ്മുടെ ഈ ഒരു സ്റ്റോറിയുടെ തുടക്കത്തിലല്ല, അതിൻ്റെ ഒരു സെയിം ഒരു ഹാഫ് പാർട്ടാകുമ്പോൾ പറയുന്നതാണ്. ദെൻ ഇറ്റ് വാസ് എ സെർജന്റ് ഓഫ് പോലീസ് അല്ലെ. ഇങ്ങനെ പല രീതിയിലുള്ള പ്രൊഫഷനും നമുക്ക് എന്ത് ചെയ്യാൻ കാണുന്നുണ്ട് മക്കളെ, ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു ചെറിയ ചാപ്റ്ററിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. പക്ഷെ നമുക്ക് പല പ്രൊഫഷൻ നമുക്ക് വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കണം. നമ്മൾ ഒരിക്കലും സോളിസിറ്റർ എന്ന് പറയുന്നൊരു വേർഡ് ലോയർക്ക് യൂസ് ചെയ്തിട്ടില്ല. അതുപോലെ സെർജന്റ് എന്നൊന്നും നമ്മൾ ഒരിക്കലും പോലീസുകാരന് യൂസ് ചെയ്യാറില്ല അല്ലെ. സോ ദ വേർഡ്സ് ഗിവൻ ഇൻ ദ ബോൾഡ് റെഫർ ടു വേരിയസ് പ്രൊഫഷൻസ്. ദ നെയിം ഓഫ് ദ ഡിഫറെന്റ് പ്രൊഫഷൻസ് ആർ ഗിവൻ on the left column and details are given on the right. Match the items by drawing lines അല്ലെ. ഇവിടെ നിങ്ങൾക്ക് ഒരു ടേബിൾ തന്നിട്ടുണ്ട്, ഒരു സൈഡിൽ പ്രൊഫഷൻ തന്നിട്ടുണ്ട്, ആ പ്രൊഫഷൻ എന്താണെന്നുള്ളത് മറ്റൊരു സൈഡിലും തന്നിട്ടുണ്ട്. നിങ്ങൾ അതിന്റെ മീനിങ് ഒക്കെ നോക്കിയിട്ട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നോക്കാം, ആദ്യം നോക്കാം. അക്കൗണ്ടന്റ്, അസ്ട്രോണമർ, ബൊട്ടണിസ്റ്റ്, കാർപ്പന്റർ, ഡെന്റിസ്റ്റ്, ഇലക്ട്രീഷ്യൻ, ഫയർ ഫൈറ്റർ, ഹെയർ ഡ്രസ്സർ അല്ലെ. പല വേർഡ്സുകളും നിങ്ങൾക്ക് പരിചയമുള്ളതാണ് അല്ലെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, അറിയില്ലേ കൂടെ അറിയുന്ന ആളുകളെ എഴുതിയാലും ബാക്കിയുള്ളത് അവിടെ കിടക്കുമ്പോൾ നിങ്ങൾക്ക് സുഖമാണ് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. എ പേഴ്സൺ ഹു വർക്ക്സ് വിത്ത് ഇലക്ട്രിക് സർക്യൂട്ട് അല്ലെ, ഇലക്ട്രിസിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ള വർക്ക് ചെയ്യുന്ന ആളാണ്. അടുത്തത് എ പേഴ്സൺ ഹു മേക്സ് തിങ്സ് ഫ്രം ദ വുഡ് അല്ലെ, മരത്തിൽ നിന്നും വസ്തുക്കൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തി. എ പേഴ്സൺ ഹു കട്ട് യുവർ ഹെയർ ഗീവ്സ് ഇറ്റ് എ ന്യൂ സ്റ്റൈൽ, മുടിയൊക്കെ നല്ല അടിപൊളിയായി കട്ട് ചെയ്ത് അടിപൊളി ഹെയർ സ്റ്റൈൽ തരുന്ന ആള്. നോക്കാം. എ പേഴ്സൺ ഹു പുട്ട്സ് ഔട്ട് ഫയർ അല്ലെ, എന്താണ് ഫയർ ചെയ്യുന്ന ആള് അല്ലെ. ദെൻ എ പേഴ്സൺ ഹു വർക്ക്സ് വിത്ത് എ മണി ആൻഡ് അക്കൗണ്ട് അല്ലെ, പൈസയും അക്കൗണ്ട്സും ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആള്. എ പേഴ്സൺ ഹു സ്റ്റഡി ദ പ്ലാന്റ്സ് അല്ലെ, മരങ്ങളെ കുറിച്ചും പ്രകൃതിയിലോട്ടൊക്കെ ഇറങ്ങിച്ചെന്ന് തൈകളെ കുറിച്ചും മരങ്ങളെ കുറിച്ചൊക്കെ പഠനം നടത്തുന്ന ആള്. എ പേഴ്സൺ ഹു ക്യാൻ ഫിക്സ് പ്രോബ്ലംസ് ഓഫ് യുവർ ടീത്ത് അല്ലെ, പല്ലിന്റെ പ്രശ്നങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്ന ആള്. അതെന്തായാലും എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലെ. എ പേഴ്സൺ ഹു സ്റ്റഡി സ്റ്റാർസ് ആൻഡ് ദ യൂണിവേഴ്സ്, യൂണിവേഴ്സിനെ കുറിച്ചും സ്റ്റാർസിനെ കുറിച്ചും അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്ന അല്ലെ, ബഹിരാകാശത്തുള്ള സംഭവങ്ങളെ കുറിച്ചൊക്കെ ഉള്ള പഠനം നടത്തുന്ന ആള്. ഇനി ഇത് നിങ്ങളൊന്ന് മാച്ച് ചെയ്ത് കൊടുക്കണം. നോക്കാം. ഫസ്റ്റ് വേർഡ് അക്കൗണ്ടന്റ്, എ പേഴ്സൺ ഹു വർക്ക്സ് വിത്ത് മണി ആൻഡ് അക്കൗണ്ട്സ് അല്ലെ. കറക്റ്റ് ആണല്ലേ, നമ്മുടെ അക്കൗണ്ട്സും കാര്യങ്ങളും മണിയൊക്കെ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ് അക്കൗണ്ടന്റ്. ക്ലിയർ. ദെൻ അസ്ട്രോണമർ, എ പേഴ്സൺ ഹു സ്റ്റഡി സ്റ്റാർസ് ആൻഡ് യൂണിവേഴ്സ് അല്ലെ, നക്ഷത്രങ്ങളെ കുറിച്ചും യൂണിവേഴ്സിനെ കുറിച്ചും അല്ലെ, നമ്മുടെ ഈ യൂണിവേഴ്സിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ആളാണ് ആര്, അസ്ട്രോണമർ എന്ന് പറയുന്നത്. ദെൻ ബൊട്ടണിസ്റ്റ് അല്ലെ, എന്താണ് ഈ ബൊട്ടണിസ്റ്റ് എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹു സ്റ്റഡി പ്ലാന്റ്സ്, പ്ലാന്റ്സിനെ കുറിച്ചും ചെടികളെ കുറിച്ചും മരങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചു നടക്കുന്ന ആളാണ് അല്ലെ. ദെൻ കാർപ്പന്റർ അല്ലെ, കാർപ്പന്റർ നിങ്ങൾക്ക് അറിയാലോ അല്ലെ, നമ്മൾ ആശാരി എന്നൊക്കെ പറയും അല്ലെ. എ പേഴ്സൺ ഹു മേക്സ് തിങ്സ് ഫ്രം വുഡ്, വുഡിൽ നിന്നും മരത്തിൽ നിന്നൊക്കെ വസ്തുക്കൾ ഉണ്ടാക്കുന്ന വ്യക്തികളെ അല്ലെ. ദെൻ ഡെന്റിസ്റ്റ്, എ പേഴ്സൺ ഹു ക്യാൻ ഫിക്സ് പ്രോബ്ലംസ് ഓഫ് യുവർ ടീത്ത്, പല്ലിന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് അതിനുള്ള പരിഹാരങ്ങളൊക്കെ കാണുന്ന ആളാണ് ഡെന്റിസ്റ്റ്. ദെൻ ഇലക്ട്രീഷ്യൻ അല്ലെ, അതറിയാത്തവരുണ്ടാവില്ല. എ പേഴ്സൺ ഹു വർക്ക്സ് വിത്ത് ഇലക്ട്രിക് സർക്യൂട്ട്സ് അല്ലെ, ഇലക്ട്രിസിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് ഇലക്ട്രീഷ്യൻ. ദെൻ ഫയർ ഫൈറ്റർ, എന്താണ് ഫയർ ഫൈറ്റർ, എ പേഴ്സൺ ഹു പുട്ട്സ് ഔട്ട് ഫയർ അല്ലെ. അത് നിങ്ങൾ എപ്പോഴും എല്ലാവരും കാണുന്ന കാര്യമായിരിക്കും അല്ലെ. Then hairdresser, a person who cuts your hair on gives it a new style അല്ലെ. ഹെയർ ഡ്രസ്സർ അല്ലെ, നമ്മുടെ ഹെയർ ഒക്കെ കട്ട് ചെയ്ത് നല്ല അടിപൊളി സ്റ്റൈലൊക്കെ തരുന്ന ആള് അല്ലെ. അപ്പൊ ഇത്രയും ഒരു പ്രൊഫഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതിലധികം പ്രൊഫഷനും നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ഇവൻ 1-2 പ്രൊഫഷനെ കുറിച്ച് ഒരു പരിചയമില്ലാത്ത ഉണ്ടാവുള്ളൂ, ബാക്കിയെല്ലാം ക്ലിയർ ആയിരിക്കും അല്ലെ. Then activity 2. The word categorize or classes like determiners, okay, pronouns, prepositions and conjunction അല്ലെ മക്കളെ. ഇതൊക്കെ നമ്മൾ ഗ്രാമർ പാർട്ട് പഠിക്കുന്ന കാലം മുതലേ പഠിക്കുന്നതാണ്. ഡിറ്റർമിനേഴ്സ് എന്ന് പറഞ്ഞ് പണ്ടേ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മനസ്സിലെപ്പോഴും ദി ദാ ദാ എന്നിങ്ങനെ ഓർമ്മ വരില്ലേ, TH ദ, അത് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ദെൻ പ്രൊണൗൺസ് നിങ്ങൾക്ക് അറിയാം, നൗണിന് പകരം യൂസ് ചെയ്യുന്നതാണ് പ്രൊണൗൺസ്. പ്രിപ്പോസിഷൻസ് നിങ്ങൾക്ക് അറിയാലോ, ഇഷ്ടം പോലെ എന്നെ ഓണ് അറ്റ് അങ്ങനെ പറഞ്ഞിട്ടൊരു ലോകം ഉണ്ട് അല്ലെ. ദെൻ കൺജക്ഷൻസ് വിത്ത്
ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മറ്റ് വേർഡുകൾ അല്ലെ. കൺജക്ഷൻസ് അറിയില്ലോ, വിത്ത്, ആൻഡ്, ബിറ്റ്വീൻ എന്നൊക്കെ പറയുന്ന പോലെയുള്ള വേർഡുകൾ അല്ലെ. സോ ആർ ക്ലോസ്ഡ് വേർഡ് ക്ലാസ്സസ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ എന്താണ് പറയുന്നത്? The word categories or classes like determiners, pronouns, prepositions and conjunctions are closed word classes എന്നാണ് പറയുന്നത്. എന്താണ്? ക്ലോസ്ഡ് വേർബ്. നമ്മൾ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി, ഇത് ക്ലോസ് ആണ്, ഓപ്പൺ അല്ല കേട്ടോ. ക്ലോസ്ഡ് വേർഡ് ക്ലാസ്സസ് എന്നാണ് ഇവരുടെ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് കാറ്റഗറീസ് നമ്മൾ പറയുന്നത് അല്ലേ. നോക്കാം. They are so called because no new word is added to such classes in the course of time. അവരിലോട്ടൊരു പുതിയ വേർഡൊന്നും അത് യൂസ് ചെയ്യുന്ന ടൈമിൽ ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് അവർ ക്ലോസ്ഡ് വേർഡ്സ് എന്ന് പറയുന്നത്. ക്ലിയർ? Then, but in word classes like noun, verb, adjectives and adverbs and new words are being added. Such classes words are determined as open word classes. അപ്പോൾ ഓപ്പൺ ആയിട്ടോ, ക്ലോസ് ആയില്ല, ഇത് ഓപ്പൺ ആണ്. ഇതാ ഇവിടെ നിങ്ങൾ തുടങ്ങും. The word classes like noun, verb, adjective, adverb അല്ലെ. നൗണിന് നിങ്ങൾക്ക് അറിയാം, നാമങ്ങൾ അല്ലെ. നാമങ്ങൾ, നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ് ഓർ എനിത്തിങ്, നൗ അല്ലെ. വെർബോ, പ്രവൃത്തി അല്ലെ, ക്രിയ അല്ലെ, വെർബ്സ്. അതേപോലെ തന്നെ അഡ്ജക്റ്റീവ്സ് അറിയില്ലേ, അഡ്ജക്റ്റീവ്സ് അഡ്വർബും നൗണിനെയും അതേപോലെ തന്നെ വെർബിനെയും വിശേഷിപ്പിക്കുന്നത് അല്ലെ. സോ ന്യൂ വേർഡ്സ് ആർ ബീങ് ആഡഡ്. ഇത് ഇവരുടെ ഒക്കെ കൂടെ ന്യൂ വേർഡ്സ് ആഡ് ചെയ്യും. സച്ച് ക്ലാസസ് ഓഫ് വേർഡ്സ് ആർ കോൾഡ് ഓപ്പൺ വേർഡ് ക്ലാസസ്. ക്ലിയർ? ക്ലോസ് വേർഡ് ക്ലാസ്സിൽ ആരൊക്കെ നമ്മൾ പറഞ്ഞത്? ഡിറ്റർമിനേഴ്സിനെ പറഞ്ഞു, പ്രൊനൗൺസ് പറഞ്ഞു, പ്രിപ്പോസിഷൻ പറഞ്ഞു, കൺജക്ഷൻ പറഞ്ഞു. ഇത് നമ്മൾ ക്ലോസ്ഡ് വേർഡ് ക്ലാസ്സസ് എന്ന് പറയും. ഇനി ഇവിടെ ഓപ്പൺ വേർഡ് ക്ലാസ്സസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരൊക്കെയാണ് പറഞ്ഞത്? നൗണ്, വെർബ്, അഡ്ജക്റ്റീവ്സ്, അഡ്വർബ്സ്. ഓക്കെ. ഗ്രാമറിന്റെ ക്ലാസ്സുകൾ നമ്മൾ ഒരുപാട് സെപ്പറേറ്റ് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. ഗ്രാമറിന്റെ ഒരു 10-30 ക്ലാസ്സിന്റെ മുകളിലുണ്ട്. ഫ്രീ ആവുന്ന ടൈമിൽ, ഫ്രീ ടൈംസുകളിലൊക്കെ എന്ത് ചെയ്യാം, വെക്കേഷൻ ടൈംസുകളിലൊക്കെ ഗ്രാമർ ഇരുന്നിട്ട് കാണാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടെ ഒരു ഐഡിയ കിട്ടും മൊത്തത്തിൽ. ഓക്കെ. അപ്പൊ ഇവിടെ ഈ ഒരു പാർട്ടിൽ വരുന്ന ഇത്രയേ ഉള്ളൂ. ക്ലോസ് വേർഡ് ക്ലാസ്സസും ഓപ്പൺ വേർഡ് ക്ലാസ്സസും, ക്ലോസും ഓപ്പണും. ക്ലിയർ? Look how the words in the first paragraph of the story are categorized to word classes in the following. അല്ലേ, നമ്മൾ പഠിച്ച ക്ലോസും ഓപ്പൺ വേർഡ് ക്ലാസ്സുകൾ ഉണ്ടല്ലോ, അത് ഇനി അതിലോട്ടൊക്കെ കുറച്ച് വേർഡുകളൊക്കെ നമ്മൾ ചാപ്റ്ററിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് ഡിവൈഡ് ചെയ്ത് കാണിക്കുന്നുണ്ട്. On the second day out from the New York, while making the round of the promenade deck, I suddenly became aware of the one of the passenger was watching me closely, following me with his gaze every time I passed. I wanted to rest to avoid the tedium of casual and importunate shipboard contact. I gave no sign of having noticed the man. അല്ലെ, ഇതിന്റെ മീനിങ് പറയുന്നില്ല, ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തതാണ്. അപ്പൊ ഇതിൽ നിന്നുമാണ് നമ്മൾ ആ പറഞ്ഞ രണ്ട് ഗ്രൂപ്പിനുള്ള വേർഡ്സുകൾ തിരഞ്ഞെടുക്കുന്നത്. നോക്കാം. You have already learned that words you have used to use speech and writing belong different categories. A few examples for each word class are given in the table below. Pick out more examples from the story and fill the table. അല്ലെ, കുറച്ച് കൂടുതൽ എക്സാമ്പിൾസ് ഒക്കെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കാം. ക്ലോസ്ഡ് വേർഡ് ക്ലാസ്സസ് ആണ് ഈ കാണുന്നത്. ഇതിൽ ആരൊക്കെയുണ്ട്? ഡിറ്റർമിനർ. ഞാൻ നിങ്ങളോട് അപ്ലൈ പറഞ്ഞു, ഈ വേർഡ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ആര് വരണം? ഇത എന്ന് പറയുന്നത് വരണം. പ്രൊണൗൺസ്. പ്രൊണൗൺസ് നിങ്ങൾ ഇപ്പൊ ആ പാരഗ്രാഫിൽ തന്നെ ഉണ്ടായിരുന്നു ഈ പറഞ്ഞ പ്രൊണൗൺസ് ഒക്കെ അല്ലേ. ഐ ഉണ്ട്, മീ ഉണ്ട്, ഹിസ് ഉണ്ട്, ഇതും പ്രൊണൗൺ തന്നെയാണ് കേട്ടോ. ദെൻ പ്രിപ്പോസിഷൻസ് ഉണ്ടായിരുന്നു. ഓണ്, ഔട്ട്, വിത്ത്, ഫ്രം, ഓഫ്, ഇത്രയും പ്രിപ്പോസിഷൻസ് ഉണ്ടായിരുന്നു അല്ലെ. ദെൻ കൺജക്ഷൻസ്, ദാറ്റ്, വൈൽ അല്ലെ, അങ്ങനെയുള്ള കണക്റ്റിംഗ് വേർഡ്സും അതിലുണ്ടായിരുന്നു. ഇത്രയും അതിലുള്ളതാണ്. ഇങ്ങനെ തെരഞ്ഞെടുക്കാൻ കഴിയണം കേട്ടോ. ഇത് നമ്മൾ എന്താ പറഞ്ഞതെന്ന് മറക്കരുത്. ക്ലോസ്ഡ് വേർഡ് ക്ലാസ്സസ് ആണ് കേട്ടോ. ക്ലോസ്ഡ് വേർഡ് ക്ലാസ്സിൽ 4 എണ്ണമാണ് ഉണ്ടായിരുന്നത്. അതിലുള്ളത് നമ്മൾ ആ പാരഗ്രാഫിൽ നിന്ന് തെരഞ്ഞെടുത്തതാണ് ഇത്. ഇതിലും കൂടുതൽ വേർഡുകൾ പാരഗ്രാഫിൽ ഉണ്ടാവും കേട്ടോ. ഓപ്പൺ വേർഡ് ക്ലാസ്സസ്. ഓക്കെ, ഓപ്പൺ വേർഡ് ക്ലാസ്സസ് ആണ് ഈ കാണുന്നത്. നൗൺ, വെർബ്, അഡ്ജക്റ്റീവ്, അഡ്വർബ്, ഇത്രയായിരുന്നല്ലോ ഓപ്പൺ ക്ലാസ് വേർഡിൽ വരുന്നത്. നോക്കാം. ഓപ്പൺ വേർഡ് ക്ലാസ്സസിൽ വരുന്നത് നൗണുകൾ അത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അതിൽ ഇഷ്ടം പോലെ പേരുകളുണ്ട്. ന്യൂയോർക്ക് ഉണ്ട്, പാസഞ്ചർ, ഷിപ്പ് ബോർഡ്, ഡേ, പാസഞ്ചർ,
രണ്ടായിട്ട് എഴുതിയതാണ്. ഗേസ്, ടൈം, ടെഡിയം, ദെൻ കോണ്ടാക്ട്, മാന്, പിന്നെ നമ്മുടെ ലാൻഡ് ലേഡിയിലെ സെർജന്റ്, ഇതൊക്കെ ഇതിലോട്ട് ആഡ് ചെയ്യാം കേട്ടോ. നൗണ് വരുന്നത് കംപ്ലീറ്റ് അതിലോട്ട് ആഡ് ചെയ്യാം ചാപ്റ്ററിൽ വരുന്നത്. ഓക്കെ, ദെൻ വെർബ് അല്ലെ, വെർബുകളും ഇഷ്ടംപോലെ ക്രിയകൾ അതിലുണ്ടായിരുന്നു അല്ലെ. മേക്ക്, വാച്ച്, ഗീവ്, വാണ്ട്, ബിക്കം, വാസ്, ഫോളോ, ഈസ്, വാസ്, ഇതൊക്കെ വെർബിലാണ് പെടുക അല്ലെ. നിങ്ങൾക്ക് അറിയാലോ, ഓക്സിലറി വെർബ്സ് പറയുമ്പോൾ ഇതിൽ പെടും, ഈ വെർബിൽ തന്നെ പെടും കേട്ടോ. പാസ്, റെസ്റ്റ്, ഹാവ്, അവോയ്ഡ്, നോട്ടീസ് അല്ലെ. അതുപോലെ പറഞ്ഞ പോലെ ഓക്സിലറി വെർബ്സും അതിലുണ്ട്. ഹാവ്, ഹാഡ്, വാസ്, വെറി, ഈസ്, അതും ഈ വെർബിൽ തന്നെയാണ് പെടുക കേട്ടോ. ഇങ്ങനെയുള്ള ക്രിയകൾ അതിലുണ്ട് കേട്ടോ. പിന്നെ ഹെൽപ്പിംഗ് വെർബ്സും അതിൽ ഒരുപാടുണ്ട്, നോക്കാം. ദെൻ അഡ്ജക്റ്റീവ്സ് ഉണ്ട് അല്ലെ, വിശേഷിപ്പിക്കുന്നത് അല്ലെ. റൗണ്ട് അല്ലെ, നൗൺസിലേക്ക് വിശേഷിപ്പിക്കുന്നതാണ് റൗണ്ട്, കാഷ്വൽ, ഇമ്പേഴ്സണേറ്റ് എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുന്നതും അതിലുണ്ട്. ദെൻ അഡ്വർബ്സ് അല്ലെ, അഡ്വർബ്സ് ഉണ്ട് അല്ലെ. സഡൻലി, ക്ലോസ്ലി, ഇങ്ങനെയുള്ള വേർഡ്സുകൾ കേട്ടോ. ഇനിയും ഉണ്ടാവും, അതിൽ നിങ്ങൾ ചാപ്റ്റർ വായിക്കുക, ചാപ്റ്ററിൽ നിന്നും എടുത്ത് എഴുതുക കേട്ടോ. ദെൻ ആക്ടിവിറ്റി 3, read the following sentence. Listening to the single story is a refusal of truth. അല്ലെ, ലിസണിങ് ടു എ സിംഗിൾ സ്റ്റോറി ഇസ് എ റിഫ്യൂസൽ ഓഫ് ട്രൂത്ത് അല്ലെ. ചെറിയ സിംഗിൾ സ്റ്റോറി കേൾക്കുന്നത് എന്താണ്? റിഫ്യൂസൽ ഓഫ് ട്രൂത്ത് ആണെന്നാണ് പറയുന്നത് അല്ലെ, സത്യത്തെ. ദെൻ അപ്ലോഡ്സ് ഓഫ് ദ ഓഡിയൻസ് എനർജീസ് അത്ലറ്റിക്സ് എന്നാണ് പറയുന്നത് അല്ലെ. അപ്ലോഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ പുതിയ പരിചയമുള്ള വേർഡാണോ? എന്താണിത്? അഭിനന്ദിക്കുക അല്ലെ. അത് ഓഡിയൻസിന് എന്താണ്? അത്ലറ്റ്സിന് എന്താണ്? എനർജി കൊടുക്കുകയാണ് ഓഡിയൻസിന്റെ അല്ലെ. ദെൻ റാസിസം ഹാഡ് ഡീപ്ലി എഫക്റ്റഡ് ദ ലൈഫ് ഓഫ് ദ ആഫ്രിക്കൻ അമേരിക്കൻസിനെയൊക്കെ റാസിസം അല്ലെ, അവരുടെ ആ ഒരു നിറത്തിന്റെ പേരിലൊക്കെ ഉള്ള ഒരു വർഗത്തിന്റെ ഒക്കെ പേരിൽ വർഗീയത ഉണ്ടല്ലോ, അത് അവരെ ഒരുപാട് എഫക്ട് ചെയ്തിട്ടുണ്ട് അവരുടെ ലൈഫിനെ. ഫ്രീഡം ഇസ് ദ ബർത്ത് റൈറ്റ് ഓഫ് ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം ബർത്ത് ലൈഫ് എന്ന് പറയുന്നത് എന്താണ്? ഫ്രീഡം ആണ് മനുഷ്യന്റെ ലൈഫിലുള്ള അല്ലെ. നൈറ്റിംഗിൾ ഹാവ് എ മ്യൂസിക്കൽ വോയിസ്. നൈറ്റിംഗിൾ നല്ല അടിപൊളി, നൈറ്റിംഗിൾ എന്ന് പറയുന്ന പക്ഷിക്ക് നല്ല അടിപൊളിയായിട്ടുള്ള മ്യൂസിക്കൽ വോയിസ് ഉണ്ട്. ഓക്കെ, ക്ലൈമറ്റ് ചേഞ്ച് ത്രെട്ടൻ ടു ദ ലൈഫ് ഓൺ ദ എർത്ത്. ശരിയാണ് അല്ലെ, ക്ലൈമറ്റിന്റെ ഈ ചേഞ്ച് എന്താണ്? ഒരു ഭീഷണി തന്നെയാണ് അല്ലെ. ദെൻ ദീസ് പെയിന്റിങ്സ് ആർ വെരി ക്രിയേറ്റീവ്. പെയിന്റിങ് എന്താണ്? അടിപൊളിയാണ് കേട്ടോ. ഈ വേർഡിന് വേണ്ടിയിട്ടാണ് ഈ വാക്കുകൾ തന്നിട്ടുള്ളത്, അല്ലാതെ ഈ വാക്ക് പഠിക്കാനൊന്നല്ല. നിങ്ങൾ ഈ വേർഡുകൾ കാണുക കേട്ടോ. റിഫ്യൂസൽ, എനർജീസ്, റാസിസം, ഫ്രീഡം, മ്യൂസിക്കൽ, ത്രെട്ടൺ, ക്രിയേറ്റീവ്, ഈ വേർഡുകൾ കണ്ടാൽ മതി, അല്ലാതെ ഈ സെന്റൻസ് അതിന്റെ അർത്ഥത്തിനൊന്നും ഒരു ഇമ്പോർട്ടൻസും ഇല്ല കേട്ടോ. അപ്പൊ ഈ വേർഡുകൾ ഇങ്ങനെ നോക്കാം. Then each of us should be a protector of nature അല്ലെ. ഓരോരുത്തരും എന്താണ്? പ്രൊട്ടക്ടർ ആണ്, ഒരു സംരക്ഷകരാണ് അല്ലെ. ദെൻ ആർഗ്യുമെന്റ്സ് അല്ലെ, നമ്മൾ ആർഗ്യുമെന്റ്സ് നടത്താറുണ്ട്, അങ്ങോട്ടൊക്കെ വാക്കാന്തങ്ങളൊക്കെ നടത്താറില്ലേ. ദ ആർഗ്യുമെന്റ്സ് അഗെയിൻസ്റ്റ് ദ ഫോസിൽ ഫ്യൂവൽ കൺസെപ്ഷൻ ഈസ് സ്ട്രോങ്ങർ നൗ ഡേയ്സ് അല്ലെ, നടക്കുന്നുണ്ട് അല്ലെ. ദെൻ arguments. He seemed affected by a troubled, rather touching diffidence അല്ലെ. ഡിഫറൻസ് ഞാൻ പറഞ്ഞിരുന്നു, കോൺഫിഡൻസ് ഇല്ലായ്മയാണ് അല്ലെ, ആത്മവിശ്വാസം ഇല്ലായ്മ. എഡ്യൂക്കേഷൻ വിൽ അലൈറ്റൻ ദ മൈൻഡ് ഓഫ് ദ പീപ്പിൾ അല്ലെ. എഡ്യൂക്കേഷൻ ആളുകളുടെ മൈൻഡിൽ എന്താണ്? എലൈറ്റൻ ചെയ്യും അല്ലെ. He went on with the same awkwardness അല്ലെ. ആ ഒരു സെയിം ഒരു awkwardness, ഒരു നിരാശ കടന്ന അല്ലെ, അതിനാണ് ഈ awkwardness എന്ന് പറയാം അല്ലെ, ഒരു മുഖമായിട്ടുള്ള നിരാശ കടന്ന ഒരവസ്ഥ. He found time to act as a director of the charitable organization അല്ലെ. ചാരിറ്റബിൾ ഓർഗനൈസേഷന്റെ ഡയറക്ടർ ആയിരുന്നു. അപ്പൊ നിങ്ങൾ ഈ വേർഡ് മാത്രം നോക്കുക, മീനിങ് അവിടെ നോട്ടെ. പ്രൊട്ടക്ടർ, ആർഗ്യുമെന്റ്സ്, ഡിഫിഡൻസ്, എലൈറ്റൺ, awkwardness, ഓർഗനൈസേഷൻ, ഇത്രയും വേർഡ്സുകളാണ് നമ്മളിപ്പോ നോക്കിയത് അല്ലെ. ഇനി ഈ വേർഡൊക്കെ വെച്ച് ഇവിടെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് നോക്കാം മക്കളെ. Pick out the words highlighted in this sentence and complete the table അല്ലെ. വേർഡ്, റൂട്ട് വേർഡ്, സഫിക്സ് അല്ലെ. സഫിക്സും പ്രിഫിക്സും ഇല്ലാത്തൊരു കഥയില്ലല്ലോ മക്കളെ. മുമ്പിൽ ചേർക്കുക സഫിക്സ്, പിന്നിൽ ചേർക്കുക അല്ലെ, മുമ്പിൽ ചേർക്കുക പ്രിഫിക്സ്, പിന്നിൽ ചേർക്കുക സഫിക്സ് അല്ലെ. ഇത് കുറേ കാലമായിട്ട് നമ്മൾ തുടങ്ങിയതാണ് അല്ലെ. അപ്പൊ അതിന് തന്നെയാണ് ഇവിടെ ഈ കുറച്ച് വേർഡുകൾ ഇപ്പൊ തന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഇതാണ് നമ്മൾ അതിൽ കണ്ടിട്ടുള്ള റൂട്ട് വേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, വേർഡാണ് ഈ കാണുന്നത്. ഓക്കെ, ഇത് വേർഡാണ്, ഇത് റൂട്ട് വേർഡാണ് കേട്ടോ. ഇതാണ് ബേസ് വേർഡ്, ആ വേർഡിന്റെ കറക്റ്റ് വേർഡ്. ഇതിമക്കാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പലതും ആഡ് ചെയ്യാം. നോക്കാം, ആദ്യം നമുക്ക് റൂട്ട് വേർഡ് നോക്കാം. റെഫ്യൂസ്, ഇതായിരുന്നു റൂട്ട് വേർഡ്. അതിൽ ഉണ്ടായിരുന്നത് എന്തായിരുന്നു? റെഫ്യൂസൽ അല്ലെ. വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അതിന്റെ കൂടെ ആഡ് ചെയ്തത് എന്താണ്? സഫിക്സ് ആയിട്ടില്ല, AL ആണ് നമ്മൾ ആഡ് ചെയ്തതാ. AL എന്ന് പറയുന്ന വേർഡ് ഇവിടെ ആഡ് ചെയ്തുകൊണ്ടോ നിങ്ങൾ? റെഫ്യൂസിന്റെ ലാസ്റ്റ്. ദെൻ റൂട്ട് വേർഡ് അടുത്തത് എനർജി.
എനർജിയുടെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്തു? എനർജൈസ്. വീണ്ടും ബാക്കിൽ തന്നെയാണ് ആഡ് ചെയ്തത്, അതുകൊണ്ടാണ് സഫിക്സ് ആയത് അല്ലെ. ദെൻ ഇവിടെ റൈസ് ഉണ്ട്, അതിനിവിടെ നോക്കിയേ ISM ആഡ് ചെയ്തു, റാസിസം. ദെൻ ഫ്രീഡം അല്ലെ, അപ്പൊ ഇവിടെ ഫ്രീ ഉള്ളായിരുന്നു, ഇത്രയും നമ്മൾ അങ്ങോട്ട് ആഡ് കൊടുത്തതാണ് DOM. ഓക്കെ, ക്ലിയർ. ദെൻ അവിടെ മ്യൂസിക് ആണ്, പക്ഷെ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? മ്യൂസിക്കൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. ത്രെട്ട് ആണ് ബേസ് വേർഡ് അല്ലെങ്കിൽ റൂട്ട് വേർഡ് എന്ന് പറയുന്ന ത്രെട്ട് ആണ്, EN ചേർത്ത് ത്രെട്ടൺ. ക്രിയേറ്റീവ് ആണ് ബേസ് വേർഡ്, നമ്മൾ എന്ത് ചെയ്തു? IVE ചേർത്തിട്ട് ക്രിയേറ്റീവ്. ഓക്കെ, പ്രൊട്ടക്റ്റ് ആണ് ബേസ് വേർഡ്, OR ചേർത്ത് പ്രൊട്ടക്ടർ. ആർഗ്യൂ ആണ് അതിന്റെ റൂട്ട് വേർഡ്, നമ്മൾ എന്തെടുത്തു? മെന്റ് ചേർത്തിട്ട് ആർഗ്യുമെന്റ്. അപ്പൊ മെന്റ് എന്ന് പറയുന്ന സഫിക്സ് നമ്മൾ ആഡ് ചെയ്തു. അടുത്ത ഡിഫിഡന്റ് എന്ന് പറയുന്ന, ഡിഫിഡൻസ് എന്ന് പറയുന്ന CE എന്ന് പറയുന്നത് ആഡ് ചെയ്ത് കൊടുത്തു. ദെൻ എലൈറ്റൻ, എലൈറ്റ് എന്ന് പറയുന്നത് EN ആഡ് ചെയ്ത് കൊടുത്തു. ഓക്വാടെ ഉള്ളായിരുന്നു നെസ് ആഡ് ചെയ്ത് കൊടുത്തു. ഇവിടെ ഓർഗനൈസിന്റെ കൂടെ സേഷൻ എന്ന് ആഡ് കൊടുത്തു അല്ലെ. അപ്പോ ATION ആണ് ആഡ് ചെയ്ത് കൊടുത്തിട്ട്. അപ്പൊ എന്തൊക്കെയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നാണ് ഈ കാണുന്നത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത്രയും സംഭവങ്ങൾ ഈ ലാസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ അതിന് നമ്മൾ പറയുന്നത് എന്താണ് മക്കളെ? സഫിക്സ് ആണ് അല്ലെ. ക്ലിയർ. അപ്പൊ ഇതാണ് റൂട്ട് വേർഡ് ഉണ്ട്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ യൂസ് ചെയ്ത വേർഡ് ഉണ്ട്, അതിൽ എന്തൊക്കെയാണ് ആഡ് ചെയ്ത് ബാക്കിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത സഫിക്സുകളും ഉണ്ട്. ക്ലിയർ. Then the root word had changed in the form of class after suffixation, categorize them based on the derivation as soon as the table below. നോക്കാം, നൗൺ സഫിക്സ് ആണ്, വെർബ് സഫിക്സ് ആണ്, അഡ്ജക്റ്റീവ് സഫിക്സ് ആണ് കേട്ടോ. ഇതൊക്കെ സഫിക്സ് ആഡ് ചെയ്താണ്, ഇതിൽ റൂട്ട് വേർഡ് ഇല്ല, ആ റൂട്ട് ബേസ് ആയിട്ടുള്ള വേർഡ് ഇല്ല. ഇത് സഫിക്സ് ആഡ് ചെയ്തതിന് ശേഷമുള്ള ആ വാക്കുകളെ നൗണ്, വെർബ്, അഡ്ജക്റ്റീവ് പറഞ്ഞിട്ട് വേർതിരിച്ച് വെച്ചതാണ്. മനസ്സിലായോ? നമ്മളിവിടെ കുറച്ച് വേർഡുകൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ഐ മീൻ ഇതാ ഈ വേർഡ് ഇല്ലേ, ഇതാ ഇത്രയും വേർഡ്, ഇത്രയും വേർഡിനെ ആ ഭാഗത്തേക്ക് നോക്കണ്ട. ഈ ഇത്രയും വേർഡിനെ നമ്മൾ എന്ത് ചെയ്തു? നൗണും വെർബും അഡ്ജക്റ്റീവ്സും ഉണ്ട് ഇതിന്റെ ഉള്ളിൽ. ഇതെല്ലാം നൗണല്ല, എല്ലാം വെർബല്ല. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നൗണും വെർബും അഡ്ജക്റ്റീവ്സും ഉണ്ട്. ഓക്കെ, അപ്പൊ നൗണിനെ നാമങ്ങളെ വേറെ ഇട്ടിട്ട്, അതുപോലെ വെർബ് പ്രവൃത്തികളെ വേറെ ഇട്ടിട്ട്, വിശേഷിപ്പിക്കുന്ന അഡ്ജക്റ്റീവ്സിനെ വേറെ മൂന്നുമായിട്ട് തിരിച്ചതാണ് ഈ ടേബിളിൽ കാണുന്നത്. അപ്പൊ നൗൺ സഫിക്സ് വരുന്ന വാക്കുകൾ നോക്കാം. റെഫ്യൂസൽ അല്ലെ, റെഫ്യൂസ്, എനർജി, റൈസ്, ഫ്രീഡം, പ്രൊട്ടക്റ്റ്, ആർഗ്യുമെന്റ്, ഡെഫിഡൻസ്, ഓക്വാർഡ്, ഓർഗനൈസേഷൻ, ഇതൊക്കെ എന്തായിരുന്നു? നൗൺ ആയിരുന്നു. ഇനി അടുത്ത വെർബ്, എനർജീസ്, ത്രെട്ടൻ, എൻലൈറ്റൻ, എന്തായി? പ്രവൃത്തികളായി മാറിയില്ലേ. എനർജി, ഭീഷണിപ്പെടുത്തുക, അതൊക്കെ എന്താ? വെർബല്ലേ, പ്രവൃത്തിയാണ് അതൊക്കെ അല്ലെ. ദെൻ മ്യൂസിക്കൽ, ക്രിയേറ്റീവ്, അതെന്താണ്? വിശേഷിപ്പിക്കുകയാണ് അല്ലെ. സോ ഇതെന്താണ്? അഡ്ജക്റ്റീവ്സ് ആണ്. അപ്പൊ മനസ്സിലായല്ലോ, സഫിക്സും അല്ല നൗൺ സഫിക്സും വെർബ് സഫിക്സും അഡ്ജക്റ്റീവ് സഫിക്സും. ക്ലിയർ. Then activity 4. Filling the following passage using appropriate words from the box below. അല്ലെ, കുറച്ച് വേർഡ്സ് ഒക്കെ ഉണ്ട്, എല്ലാം പുതിയ വേർഡ്സ് ഒന്നല്ല, എന്നാലോ ചാപ്റ്ററിലുള്ള വേർഡ്സുകളാണ്. ഒന്നോ രണ്ടോ വേർഡൊക്കെ നിങ്ങൾക്ക് പുതിയതായിട്ട് തോന്നുന്നുണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ നമ്മുടെ പഴയ വേർഡുകൾ തന്നെയാണ് കേട്ടോ. മാൽ അഡ്ജസ്റ്റഡ് അല്ലെ, പാട്രി, ഡിസാമിങ്, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് അതിൽ അല്ലെ. മാൽ അഡ്ജസ്റ്റ് ആയിട്ടുള്ള കുട്ടികൾ പാട്രി പെട്ടെന്ന് അദ്ദേഹം പറയുകയാണ് അല്ലെ, വളരെ നിസാരമായിട്ട് ഡിസാമിങ് ആയിട്ടുള്ള വ്യക്തിയാണ്. ഗോ ഓൺ. ദെൻ ഓക്വാർഡ്നെസ് അല്ലെ, ജെനുവിൻ ആയിട്ടുള്ള വ്യക്തി. ഇമ്പോർച്ചുനേറ്റ്, വീണ്ടും വീണ്ടും ശല്യം ചെയ്ത് സംസാരിക്കുക. ഗിവൻ അപ്പ് അല്ലെ, ഉപേക്ഷിക്കുക. ടെഡിയം, ബോർഡം അല്ലെ, ബോർഡ് എന്നുള്ള അർത്ഥത്തില്. അപ്പാരന്റ്ലി, ഇങ്ങനെയുള്ള വേർഡുകളൊക്കെ അതില് ചാപ്റ്ററിൽ വീണ്ടും വീണ്ടും വന്നതാണ്. അപ്പൊ അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ആഡ് ചെയ്തിട്ട് ഞാനൊന്ന് വായിക്കാം. Okay, the tedium of life is old age homes has been pointed out to many. അല്ലെ, ഉറപ്പല്ലേ ഓൾഡ് ഏജ് ലൈഫ് എന്ന് പറഞ്ഞ എന്തെന്നെയാണ്? ആ ഓൾഡ് ഏജ് ലൈഫിൽ ജീവിക്കുന്ന ആളോട് ചോദിച്ചാൽ അറിയാം. ഈ ഓൾഡ് ഏജ് ഹോംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ വൃദ്ധസാധനം എന്ന് പറഞ്ഞാൽ ചില വൃദ്ധസാധനമൊക്കെ വളരെ ദയനീയമാണ്, ചിലതൊക്കെ കാണുമ്പോൾ അത് അടിപൊളിയായിട്ട് തോന്നും അല്ലേ. അടിപൊളി ഫുഡും നല്ല ട്രീറ്റ്മെന്റും ഒക്കെയാണ്. പക്ഷെ അവരോട് ചോദിച്ചാൽ അറിയാം ആ ലൈഫ് അവർക്ക് എന്താണ്? ബോർഡം തന്നെയായിരിക്കും. ഓക്കെ, ടെഡിയം തന്നെയായിരിക്കും. Then the awkwardness old people face there, the mainly out of the importunate curiously of the visitors who came there. അല്ലേ,
നമ്മൾ ചില ആളുകൾ അവിടേക്ക് വിസിറ്റ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവർ ഭയങ്കരമായിട്ട് അമ്മമാർ ഇങ്ങനെ നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അവരങ്ങനെ ഓരോന്ന് ചോദിച്ചിങ്ങനെ, കാരണം അവർക്ക് എന്താണത്, അവരുടെ ആ ഒരു ഓക്വാർഡ്നെസ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അവരനുഭവിക്കുന്ന ആ ഒരു പുറത്തോട്ട് ഇറങ്ങി പോകാൻ പറ്റില്ലല്ലോ അവർക്ക്. എന്തൊക്കെ പറഞ്ഞാലും ആ പരിധിക്കുള്ളിലല്ലേ. അപ്പം അതിൻ്റെ ഉള്ളിൽ കടന്ന് നമ്മളെ കൊണ്ടൊക്കെ എത്ര കാലം ഒരു വീടിൻ്റെ ഉള്ളിൽ നിൽക്കാൻ കഴിയും. അപ്പം അതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ ആ ഓക്വാർഡ്നെസ് അവർ തീർക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എപ്പോഴെങ്കിലുമൊക്കെ അവരെ കാണാൻ പോകുന്ന വിസിറ്റേഴ്സിനോട് അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ പിന്നെയും പിന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. എന്തെങ്കിലുമൊക്കെ അങ്ങനെ ചോദിച്ച് സംസാരം, അതിനാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാം. ഓക്കെ, അതൊരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുന്നതാണ്. മെനി ഓൾഡ് പീപ്പിൾ ആർ മാൽ അഡ്ജസ്റ്റഡ്. അധികം ഓൾഡ് പീപ്പിൾസ് മാൽ അഡ്ജസ്റ്റഡ് ആണ്, ഒരു മാനസികരമായിട്ടുള്ള പ്രശ്നങ്ങളില്ലോലാണ്. ബിക്കോസ് ഓഫ് ദ ലോങ് ആൻഡ് ദ സോളിറ്ററി ലൈഫ്സ് ദേ ഹാവ് ടു ലിവ്. കാരണം അവിടെ ഒരുപാട് കാലമായിട്ട് ഏകാന്തമായിട്ടുള്ള അവരുടെ, സോളിറ്ററി എന്നൊക്കെ പറഞ്ഞാൽ ഒറ്റപ്പെട്ട ഏകാന്തമായിട്ടുള്ള അവരുടെ ആ ജീവിതമാണ് അവരെ അങ്ങനെ മാൽ അഡ്ജസ്റ്റഡ് ആയിട്ട് മാറ്റുന്നത്. പല ഓൾഡ് ഏജിലും പോയി കഴിഞ്ഞാൽ അറിയാം, പല അമ്മമാരും ഇങ്ങനെ ഒരു മനോവൃതിയൊക്കെ കാണിക്കും. മാനസികരമായിട്ടുള്ള പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ പറയും വയസ്സായതുകൊണ്ട് വയസ്സാകുമ്പോൾ കുട്ടികളെ മാതിരിയെ പെരുമാറാം. പക്ഷെ അതിൻ്റെ ഉള്ള ആളുകളുടെ ചെന്ന് അവർക്ക് ഒന്നും കൂടെ കൂടുതലായിരിക്കും അത്. നമ്മൾ ഈ ഫാമിലിയിൽ അച്ഛനും മക്കളും പേരക്കുട്ടികളൊക്കെ താമസിക്കുമ്പോൾ അവർക്കൊന്നും ഈ പറഞ്ഞ മാതിരി ഇത് വരുന്നില്ലല്ലോ. പക്ഷെ ഓൾഡ് ഏജിലുള്ള അധികം പേരും അങ്ങനെ ആയിരിക്കും. കാരണം അവരുടെ അറ്റ്മോസ്ഫിയർ ആണത്, അവരുടെ ആ സാഹചര്യമാണ് അവരെ മാൽ അഡ്ജസ്റ്റഡ് ആക്കി മാറ്റുന്നത്. അപ്പാരന്റ്ലി ദർ ആർ നോ ജെനുവിൻ കേസസ് അബാൻഡൻ പാരന്റ്സ് ബിക്കോസ് ഓഫ് ദ ഫിനാൻഷ്യൽ കണ്ടീഷൻസ് ഓഫ് ദ ഫാമിലി. അല്ലേ, ഫാമിലിയുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻ കാരണമൊക്കെ എന്താണ്, ഒരിക്കലും അതുകൊണ്ടായിരിക്കും അധികം പേരും എന്ത് ചെയ്യുന്നത്, കൂടുതലും ജെനുവിൻ കേസുകൾ എന്താണ് അവിടെ കൊണ്ടുപോയി ആക്കുന്നതിന്റെ കാരണങ്ങൾ അതാണ്. മോസ്റ്റ് ഓഫ് ദം ആർ ഗിവൺ അപ്പ് ബൈ ദെയർ വെൽത്തി ചിൽഡ്രൻസ്. അല്ലെ, ചിലതൊക്കെ ചില ആളുകളൊക്കെ എങ്ങനെ ഉപേക്ഷിക്കപ്പെടുന്നതാണ്, നല്ല നല്ല വെൽത്തി ആയിട്ട് എന്ന് പറഞ്ഞാൽ എന്താ, സമ്പത്തുള്ള മക്കളും കൊണ്ടേ ഇടുന്നവരുണ്ട് അവിടെ. അല്ലെ, വി ഹാവ് ടു ഗോൺ ഓൺ അലൈറ്റിംഗ് അവർ യൂത്ത്സ് അഗെയിൻസ്റ്റ് ദ ടെൻഡൻസി ഓഫ് ഫ്ലൈ അവേ ഫ്രം ദെയർ പാരൻസ്. അല്ലെ, നമ്മൾ എന്തിനും നോക്കണം, നമ്മുടെ ഇപ്പോഴത്തെ തലമുറയിലുള്ള കുട്ടികളുടെ മെയിൻ ആയിട്ടുള്ള ഒരു ടെൻഡൻസിയാണ് പാരൻസിനെ ഇട്ടിട്ട് ഈ ഫ്ലൈ എന്ന് തന്നെ പറയാം. അല്ലെ, ഇവിടെ തന്നെയാണ് അല്ലെ, നമ്മളധികം പേരും പുറം രാജ്യങ്ങളിലോട്ട് പാരൻസിന് വേണ്ടി ഇട്ടിട്ട് ഫ്ലൈ ചെയ്ത് പോകുകയാണ്. അല്ലേ, ചിലപ്പം വീട്ടിലാക്കി പോകുന്നവരുണ്ട്. അതും ഒരു തരം ആരും ഇല്ലാത്തൊരു ഒറ്റപ്പെട്ട ലൈഫ് തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം. കുറെ അവിടെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യും, നേരെ ഈ ഓൾഡ് ഏജിൽ കൊണ്ടുപോയാക്കും. അവർക്ക് മാസം നല്ലൊരു സംഖ്യ കൊടുക്കുന്നുണ്ടാവും, പക്ഷെ അതുകൊണ്ടൊന്നും ആവില്ല. ഓക്കെ, the paltry sum they send is nothing if they really know the value of the disarming smiles and the bloom of the faces of their parents when they are properly cared for their old age. എന്താണ്, the paltry sum of they send is nothing if they really know the value of the disarming smile that bloom on the face of their parents when they are properly care of their old age. അല്ലെ, ചില പല ആളുകൾക്കും അറിയില്ല, വാല്യൂ അറിയില്ല അവരുടെ ആ ഒരു ഡിസാമിങ് സ്മൈലിന്റെ, ആ മനോഹരമായിട്ടുള്ള അവരുടെ കോൺഫിഡന്റ് ആയിട്ടുള്ള ആ ഒരു അവരുടെ ഭംഗി, അവരുടെ ആ പാരൻസിന്റെ ആ മനോഹരമായിട്ടുള്ള സ്നേഹത്തിന്റെ പുഞ്ചിരിയും ഭംഗിയൊന്നും അറിയാതെയൊക്കെയാണ് പല ആളുകളും അവരവിടെ കൊണ്ടുപോയി ആക്കുന്നത്. അല്ലെ, ഇത് വായിക്കുമ്പോൾ നമുക്ക് ഇപ്പോഴത്തെ പല കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചു പോകും. നമുക്കൊരു ഇതിനു വേണ്ടി തന്നതാണെങ്കിൽ പോലും നമ്മളൊരിക്കലും പാരൻസിനെ ഓൾഡ് ഏജ് ഹോമിൽ ഇപ്പം നിങ്ങളിത് കാണുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാരൻസിനെ, അമ്മമാരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന മക്കളാണ്. അല്ലെ, അപ്പൊ നിങ്ങൾക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ പോലും കഴിയില്ല. അല്ലെ, അമ്മമാരെ കൊണ്ടേ ആക്കിയേ ഇപ്പൊ നിങ്ങളിപ്പോൾ ഇരിക്കുന്നോടത്ത് നിങ്ങളൊരു ഗ്ലാസ് വെള്ളത്തിന് നിങ്ങളുടെ അമ്മയായിരിക്കും വിളിക്കുന്നുണ്ടാവും. അപ്പൊ ആ അമ്മനെ പൊന്നുപോലെ നോക്കണം. ഒരിക്കലും അമ്മ ഇല്ലാതെ ഒരു ജീവിതത്തെ കുറിച്ച് നിങ്ങൾക്ക് ഇപ്പൊ ചിന്തിക്കാൻ പോലും കഴിയില്ല. ഇപ്പോഴല്ല ഇത് കൊണ്ടുപോയി ആക്കുന്നത്, കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ജോലിയൊക്കെ ആയിട്ട് പല പല ഫാമിലി കമ്മിറ്റ്മെന്റ്സ് ഒക്കെ വരുമ്പോഴാണ് ഇത് കൊണ്ടുപോയി ആക്കുന്നത്. അപ്പൊ ഒരിക്കലും എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള തെറ്റുകളൊന്നും ചെയ്യാതിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ വരുന്ന ആക്ടിവിറ്റീസ്. സോ നമ്മുടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ചാപ്റ്ററിലെ ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ്. അല്ലെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ മുതൽമുടക്ക്. അല്ലെ, കൈൻഡ്നെസ്സിൻ്റെ ഒരു നല്ല ചാപ്റ്ററാണ്. അല്ലെ, ഒരുപാട് നല്ല നല്ല മെസ്സേജ് നമുക്ക് തരുന്നുണ്ട്. ഈ ചാപ്റ്റർ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിൽ തന്നെ അറിയാതെ തന്നെ കുറേ നല്ല മെസ്സേജുകൾ കയറി വരുന്നുണ്ട്. അല്ലെ, നമ്മൾ എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്തും ജീവിക്കുക, നല്ല മനുഷ്യരായിട്ട് നല്ല വാല്യൂ ഉള്ള ആളുകളായിട്ട് ജീവിക്കുക കേട്ടോ. അപ്പൊ ഇതിന്റെ ചാപ്റ്റർ നന്നായിട്ട് റീഡ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, ക്വസ്റ്റ്യൻ ആൻസർ നോക്കുക, ആക്ടിവിറ്റീസൊക്കെ വളരെ നന്നായിട്ട് കേട്ട് പഠിക്കുകയും ചെയ്യുക, സ്വന്തമായിട്ട് എഴുതി ട്രൈ ചെയ്യുകയും ചെയ്യുക കേട്ടോ.
ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചാപ്റ്ററുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.